ഹായ്. ഇന്നേ എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ അനിയൻ്റെ വീട്ടിലെ നോമ്പ് തുറവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ ഒരുപാടൊന്നും വീഡിയോസ് എടുക്കണില്ല. എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വരാൻ താല്പര്യമല്ല കേട്ടോ. അവർക്കും താല്പര്യമില്ല, എനിക്ക് കൊണ്ടുവരാൻ തീരെ താല്പര്യമല്ല കേട്ടോ. എന്താണെന്നറിയോ, ഞാനോ ഇങ്ങനെയായി. ഇനി എൻ്റെ കൂടപ്പിറപ്പുകളെയും ഞാനിതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നില്ല. ഞാനോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് പബ്ലിക്കിൽ വന്ന് സംസാരിച്ച് പാട്ടും പാടി ഞാനെന്തോ ഇങ്ങനെയായിട്ടോ. അതുപോലെ എൻ്റെ ബാക്കിയുള്ള എൻ്റെ കൂടപ്പിറപ്പുകൾ എന്തായാലും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മളെ പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ എൻ്റെ ഇളച്ചിമാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത്. പിന്നെ എന്താ ഈ വരുന്നുണ്ടല്ലോ, പിന്നെ അവരെന്താ കൊണ്ടുവന്നാന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തതുപോലെ തന്നെ അവർക്കും താല്പര്യമില്ല കേട്ടോ. പിന്നെ എൻ്റെ നാത്തുമാരൊക്കെ പറയും കേട്ടോ, താത്ത നമുക്കൊരു വ്ളോഗ് ചെയ്യണം കേട്ടോ, ടൂർ പോകുമ്പോൾ ചെയ്യണം കേട്ടോ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ അതിന് ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. അതിന് ഞാനും തന്നെ സപ്പോർട്ട് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ അത് അവിടെ ബിരിയാണിയും കാര്യങ്ങളും എല്ലാ ഫുഡുകളും ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിയാണ്. ഞാൻ വരുമ്പോഴത്തേനും എൻ്റെ നാത്തൂമാരും വെളിച്ചിമാരും എല്ലാവരും ഞാൻ വരുമ്പോഴത്തേനും എല്ലാ പണിയും ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വലിയ ജോലിക്കാരിയല്ലേ. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും ഞാൻ അവരെ മുന്നിൽ എന്നും അങ്ങനെ തന്നെ കേട്ടോ. പാവങ്ങളാണ്. ഞാൻ വരുമ്പോഴത്തേനും എല്ലാ ജോലി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഒരു ജോലി ഞാൻ ചെയ്യലുമില്ല. അത് ഭക്ഷണം കഴിച്ചെങ്കിൽ ഞാൻ ഓടിപ്പോരും ചെയ്യും. എനിക്ക് എപ്പോഴും തിരക്കാവും കേട്ടോ. പിന്നെ ഞങ്ങളെ ഫാമിലിയിൽ എനിക്ക് മാത്രമേ കേട്ടോ സ്ത്രീകളായിട്ട് ജോലിക്ക് പുറത്ത് പോണത് ഞാൻ മാത്രമേ കേട്ടോ, അല്ലാത്തവരൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ആ പാൽച്ചായയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പത്തിരി, ചിക്കൻ കറി, അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ്. അപ്പോൾ എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ ചെറിയ അനിയൻ്റെ വീട്ടിലാണ് നോമ്പ് തുറവ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞ വീടാണ് കേട്ടോ എൻ്റെ പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ അനിയൻ്റെ. അപ്പോൾ ഇതാ വലിയൊരു പഴക്കോലൊക്കെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ബേബിക്കോട്ടെ നോമ്പ് തുറക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും പൊരികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സമയമായാൽ മതി കേട്ടോ. പിന്നെ ജ്യൂസും ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പിന്നെ അവരെ വീഡിയോ എടുക്കാതെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരില്ല. അത് നിർബന്ധമായിട്ട് ഞാൻ കൊണ്ടുവരും കേട്ടോ. ഞാൻ ഏതായാലും വന്നു. അപ്പോൾ അതാ നോമ്പ് തുറക്കാൻ അകത്തും റൂമിലും ഹാളിലും ഒക്കെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇരിപ്പിടങ്ങൾ. 100 ആൾക്കാരെ തുറവ് ചെയ്യുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഫാമിലി തന്നെ ഉണ്ട് കേട്ടോ, ഒരുപാട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ 10, 13, 14 മക്കളുണ്ട് കേട്ടോ എൻ്റെ തറവാട്ടിൽ. എൻ്റെ കുഞ്ഞാണിയാക്കാൻ്റെ ഇപ്പട്ടും മേപ്പെട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ വലിയൊരു ഫാമിലി തന്നെ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാഷാ അല്ലാ. പിന്നെ